എല്ലാവർക്കും അല്ലാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയം നിറഞ്ഞ സഹോദര സഹോദരിമാരെ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂർണ്ണമായും സ്നേഹിക്കുകയും അവിടുത്തെ ജീവിതം മുഴുവനും പിൻപറ്റുകയും ചെയ്യുന്ന ആളുകളാണ് യഥാർത്ഥ വിശ്വാസികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റി ജീവിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നതിലൂടെ അവിടുത്തെ തിരുസുന്നത്തുകളും അവിടുത്തെ മാതൃകാപരമായ ജീവിതവുമൊക്കെ പിൻപറ്റാൻ ഒരു വിശ്വാസി തയ്യാറാവുകയും അവന്റെ ജീവിതം ആ നിലക്ക് ക്രമീകരിക്കുകയും ചെയ്യുമെന്നത് തീർച്ചയാണ്. ലോകത്ത് ഇത്രമാത്രം അനുകരിക്കപ്പെട്ട, ഇത്രമാത്രം വിശ്വാസികൾ പിന്തുടർന്ന ഒരു നേതാവിനെ നമുക്ക് കാണാൻ കഴിയുകയില്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്തു തന്നെ അവിടുത്തെ 10,000 വരുന്ന സ്വഹാബത്തിന്റെ സ്വഭാവവും ശൈലിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടവും സന്തോഷവും എന്താണ്, അതനുസരിച്ച് ജീവിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിപൂർണമായി പിൻപറ്റുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ പൂർണ്ണമായി ജീവിക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെ നിസ്കരിച്ചു അതുപോലെ നിസ്കരിക്കുക. മുത്തുനബി തങ്ങൾ എങ്ങനെ നടന്നു അതിനെ പിൻപറ്റി നടക്കുക. ഏതു വഴിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഞ്ചരിച്ചു ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന അനുയായികൾ, എവിടെയെല്ലാം മുത്തുനബി തങ്ങൾ ഇരുന്നു അവിടെ ഇരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന സ്വഹാബത്ത്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് അതിനുശേഷം പിൽക്കാലക്കാരായ താബിഉകളും തബഉ താബിഉകളും പിൻഗാമികളുമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഹിബ്ബീങ്ങൾ, അവിടുത്തെ ആശിഖീങ്ങൾ, അവിടുത്തെ സമുദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടം എന്താണ് അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതം ക്രമീകരിച്ചവരാ. അതുകൊണ്ട് തന്നെ ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിന്ദിക്കുന്ന, നിസ്സാരപ്പെടുത്തുന്ന എന്തെങ്കിലും വാക്കുകളോ പ്രവർത്തനങ്ങളോ ആരിൽ നിന്നെങ്കിലും ഉണ്ടാകുമ്പോൾ അത് സഹിക്കാൻ ഈമാനുള്ള ഒരു വിശ്വാസിക്കും സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമുദായത്തിനെ അത്രമാത്രം സ്നേഹിച്ചവരാ. ഈ സമുദായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആവശ്യം അറിയുകയും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് സമൂഹത്തിനോട് ഇടപെടുകയും ചെയ്ത
നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും. ഓ ജനങ്ങളെ, നിങ്ങൾക്ക് ഒരു റസൂല് വന്നിട്ടുണ്ട്. ആ വന്ന റസൂലിനെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് മിൻ അൻഫുസിക്കും, നിങ്ങളുടെ ഇടയിൽ നിന്ന്, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്, നിങ്ങളോടൊന്നിച്ച് ജീവിച്ച് വളർന്ന ഒരു റസൂലാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. അഥവാ മനുഷ്യന്മാർക്കിടയിൽ നിന്ന് തന്നെ മനുഷ്യന് പറഞ്ഞു കൊടുക്കാനും ഉത്ബോധനം നടത്താനും താക്കീതുകൾ നൽകാനും ഒക്കെ പറ്റിയ സാഹചര്യമുള്ള ഒരു പ്രവാചകരെയാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അല്ലാഹു തആല നമുക്ക് സമ്മാനിച്ചു. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ വിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തുന്നുണ്ട്. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് പ്രയാസകരമാകുന്ന മുഴുവൻ വിഷയങ്ങളും ആ മുത്തുനബി തങ്ങൾക്ക് അസഹ്യമാണ്. എന്തു വിഷമമുണ്ടെങ്കിലും എന്തു പ്രയാസമുണ്ടെങ്കിലും അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേദനയാണ്, പ്രയാസമാണ്. ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന്റെ ശേഷവും അങ്ങനെയാണ്. തുറദു അലയ്യ അഅമാലുക്കും, ഞാൻ മരിച്ചു ഖബറിൽ കിടക്കുമ്പോ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും എനിക്ക് കാണിക്കപ്പെടും. ഞാൻ ആ സമയത്ത് നിങ്ങൾ നല്ലത് ചെയ്യുന്നത് കണ്ടാൽ അൽഹംദുലില്ലാഹ്, എനിക്ക് വലിയ സന്തോഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതേസമയം നിങ്ങൾ എന്തെങ്കിലും ഒരു തിന്മ ചെയ്യുന്നത് കണ്ടാൽ അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ ഖബറിൽ കിടന്ന് വിഷമിക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാപ്പിനെ ചോദിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രമാത്രം ഈ ഉമ്മത്തിനെ സ്നേഹിച്ച, ഈ ഉമ്മത്തിന്റെ വിഷയങ്ങളിൽ ഇടപെട്ട, ഈ സമുദായത്തിന്റെ മുഴുവൻ വിഷയങ്ങളിലും ഇടപെട്ട നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വിഷമകരമാകുന്ന ഒരു വിഷയവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് വിഷമമുണ്ടാകുന്ന മുഴുവൻ വിഷയവും ആ റസൂലുള്ളാഹിന്റെ മേലിൽ അസഹ്യമാണ്, ആ റസൂലുള്ളാഹിന്റെ മേലിൽ പ്രയാസമാണ്, ആ മുത്തുനബി തങ്ങൾക്ക് വിഷമമാണ്. നിങ്ങൾ നോക്ക്, വിശുദ്ധമായ ഇസ്ലാം ശുദ്ധീകരണത്തിന് വലിയ പ്രാധാന്യം നൽകിയ മതമാണ്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുദ്ധിയാണ് നാം മിസ്വാക്ക് ചെയ്യുക, പല്ല് തേക്കുക എന്ന്. വിശുദ്ധമായ ഇസ്ലാം ഒരുപാട് പ്രാധാന്യം നൽകിയ വിഷയമാണ് പല്ല് തേക്കുക, മിസ്വാക്ക് ചെയ്യുക. ധാരാളം വിഷയങ്ങൾ ചെയ്യുമ്പോൾ അവിടെയെല്ലാം മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ് എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു. വുദൂ ചെയ്യുമ്പോൾ മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. അങ്ങനെ നിസ്കരിക്കുമ്പോൾ നിസ്കാരം തുടങ്ങുന്നതിന്റെ മുമ്പ് മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. പല സമയത്തും മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. എന്നാൽ നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാകി ഇൻദ കുല്ലി സ്വലാഹ്. ഒരിക്കലും തന്നെ ജനങ്ങൾക്ക് പ്രയാസകരമാകുന്ന ഒരു വിഷയവും അടിച്ചേൽപ്പിക്കുന്ന
സ്വഭാവം മുത്തുനബി തങ്ങളുടെ ജീവിതത്തിലില്ല. ഓ എന്റെ സമുദായത്തിന്, ജനങ്ങൾക്ക് പ്രയാസമാകുമെന്ന് ഞാൻ പേടിച്ചതുകൊണ്ടാണ് എല്ലാ നിസ്കാരത്തിന്റെ സമയത്തും മിസ്വാക്ക് ചെയ്യുക എന്നത് ഞാൻ നിർബന്ധമാക്കാതിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ സമുദായത്തിന്, ഈ സമുദായത്തിന്, ഉമ്മത്തിന്, ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകുമെന്ന് ഞാൻ പേടിച്ചില്ലായിരുന്നു എങ്കിൽ ലഅമർതുഹും ബിസിവാകി ഇൻദ കുല്ലി സ്വലാഹ്, 5 വഖത്ത് നിസ്കാരത്തിന്റെയും സമയത്ത് അതാ മിസ്വാക്ക് ചെയ്യണമെന്ന് ഞാൻ അവരോട് നിർബന്ധമായി കൽപ്പിക്കുമായിരുന്നു. ആളുകൾക്ക് പ്രയാസമാകും, എപ്പോഴും അവരിങ്ങനെ യാത്രയിൽ നിസ്കരിക്കേണ്ടി വരും. അതുപോലെ തന്നെ അതാ 5 വഖത്ത് നിസ്കാരം ഒരു ദിവസം നിർബന്ധമായി തന്നെ ഉണ്ടല്ലോ. ആ നിസ്കാര സമയത്തൊക്കെ ബ്രഷ് ചെയ്യണം, മിസ്വാക്ക് ചെയ്യണമെന്ന് പറയുമ്പോ ഒരുപക്ഷേ പല ആളുകൾക്കും അത് പ്രയാസമായി തോന്നും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിസ്കാരത്തിന് നിയ്യത്ത് ചെയ്യുന്നത് പോലെ, നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുന്നത് പോലെ, നിസ്കാരത്തിൽ റുക്കൂ ചെയ്യുന്നത് പോലെ ഒരു നിർബന്ധമായ വിഷയമായിട്ട്, നിസ്കാരത്തിനോടനുബന്ധിച്ചൊരു നിർബന്ധ വിഷയമായി നബി തങ്ങൾ അത് കൽപ്പിച്ചില്ല. കാരണം ജനങ്ങളെ പ്രയാസപ്പെടുത്താൻ പാടില്ല. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് വിഷമകരമാകുന്ന മുഴുവൻ വിഷയങ്ങളും മുത്തുനബി തങ്ങൾക്ക് അസഹ്യമാണ്, റസൂലുള്ളാഹിക്ക് വേദനയാണ്. പകരം മുത്തുനബി തങ്ങൾ സുന്നത്തായി പ്രഖ്യാപിച്ചു. അതുകൊണ്ടാണ് പല ഉലമാക്കളും, അതാ നല്ല സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരൊക്കെ നിസ്കരിക്കാൻ വേണ്ടി സ്വഫിൽ നിന്നാൽ അവരുടെ അതാ പോക്കറ്റിൽ അവര് അറാക്ക് കരുതിയിട്ടുണ്ടാകും, മിസ്വാക്ക് കരുതിയിട്ടുണ്ടാകും. അതെടുത്തുകൊണ്ട് ഒന്ന് പല്ല് ആ സ്വഫിൽ വെച്ചുകൊണ്ട് തന്നെ തേച്ചുകൊണ്ടാണ് അവര് നിസ്കാരം തുടങ്ങുന്നത്. അത് സുന്നത്താണെന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു. അതേസമയം മറ്റുള്ള ആളുകൾക്ക് അത് പ്രയാസമുണ്ടാകുമോ എന്ന് ഭയന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അത് നിർബന്ധമാക്കിയില്ല. എന്തൊരു സ്നേഹമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ മക്കളോട്, അല്ലെങ്കിൽ നമ്മുടെ ശിഷ്യന്മാരോട്, അല്ലെങ്കിൽ നമ്മുടെ ജോലിക്കാരോട് അവരുടെ അവസ്ഥ എന്താണെന്ന് നോക്കാതെ പലതും നമ്മൾ നിർബന്ധമായി കൽപ്പിക്കും. അത് ആ വിഷയത്തിൽ നമ്മൾ ശാഠ്യം പിടിക്കും, അതിൽ നിർബന്ധം പിടിക്കും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവമില്ല. മറ്റൊരു ഹദീസ് കണ്ടോ നിങ്ങള്, ലൗലാ അന്ന ശുഖ അലാ ഉമ്മത്തി ലഅഖറതു സ്വലാത്തൽ ഇശാഇ ഇലാ സുലുസിൽ ലൈലി ഔ നിസ്ഫിൽ ലൈൽ. രാത്രിയിൽ ഇശാ നമസ്കാരം ഇപ്പോൾ ബാങ്ക് വിളിച്ചു. ഈ സമയമാണ് ഇശാഇന്റെ സമയമെന്ന് നമുക്കറിയാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പാതിരാത്രിയിൽ ഇബാദത്ത് ചെയ്യുന്നത് വലിയ പ്രതിഫലമാണല്ലോ, റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ അത് കാരണമാണല്ലോ. ഓ ജനങ്ങളെ, ആളുകൾക്ക് പ്രയാസകരമാകുമെന്ന് ഞാൻ പേടിച്ചില്ലായിരുന്നു എങ്കിൽ ഇശാ നമസ്കാരം ഞാൻ പാതിരാത്രിയിലേക്ക് പിന്തിക്കുമായിരുന്നു. രാത്രി
രാത്രി 2 മണിക്കാണ് നിസ്കാരം അല്ലാഹു നിർബന്ധമാക്കിയതെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർബന്ധമാക്കിയതെങ്കിൽ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? പാതിരാത്രിയിൽ ഒരു 3 മണിക്കാണ് ഇശാ നമസ്കാരം അല്ലാഹു സംവിധാനിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർബന്ധമാക്കിയതെങ്കിൽ, ഈ സമുദായത്തിന്റെ പ്രയാസം എത്രയായിരിക്കും? സാധാരണക്കാരായ നമ്മെപ്പോലെയുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? എന്നാൽ അത് മനസ്സിലാക്കിയിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അതേ ജനങ്ങൾക്ക് പ്രയാസകരമാകുമെന്ന് പേടിച്ചതുകൊണ്ടാണ് ഇശാ നമസ്കാരം നിർബന്ധമായും രാത്രിയിൽ പാതിരാത്രിയിൽ നിർവഹിക്കണമെന്ന് ഞാൻ പറയാത്തത് കേട്ടോ. ഇശാഇന്റെ ഈ ആരംഭ സമയത്ത്, ഇപ്പോൾ ബാങ്ക് വിളിച്ച സമയത്തു തന്നെ അത് നിസ്കരിച്ചോളൂ എന്ന് അനുവാദം തന്നത് ജനങ്ങൾക്ക് പ്രയാസമായി പോകുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം എത്ര കൃത്യമാണ്! ഈ സമുദായത്തിനോട്, ജനങ്ങളോട് എന്തുമാത്രം കൃപയുള്ള നേതാവാണ്, സ്നേഹമുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ റമളാനിൽ മാത്രം നമ്മൾ നിസ്കരിക്കുന്ന ഒരു നിസ്കാരമുണ്ട്, അത് തറാവീഹ് നമസ്കാരമാണ്. 20 റക്അത്ത് നിസ്കാരമാണ്. ആ തറാവീഹ് നമസ്കാരം മുത്തുനബി തങ്ങൾ ആരംഭിച്ചു. തുടങ്ങിയപ്പോൾ അന്ന് അതാ പള്ളിയിൽ ഉണ്ടായിരുന്ന ആളുകൾ, റമളാനിൽ ഇശാ നിസ്കരിക്കാൻ വേണ്ടി വന്ന ആളുകൾ, അവര് ആ തറാവീഹ് നിസ്കാരത്തിൽ പങ്കെടുക്കുകയാണ്. അവര് നിസ്കാരം കഴിഞ്ഞു പോയപ്പോ മറ്റുള്ള ആളുകളുമായി വിഷയം പങ്കുവെക്കുകയാണ്. പിറ്റേ ദിവസമായപ്പോൾ പള്ളി അതാ നിറയുകയാണ്. 3-ാമത്തെ ദിവസമായപ്പോൾ അതാ പള്ളി നിറഞ്ഞു കവിയുകയാണ്. 4-ാമത്തെ ദിവസം റസൂലുള്ള വന്നില്ല. തറാവീഹ് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കാൻ മുത്തുനബി തങ്ങൾ വന്നില്ല. സ്വഹാബത്ത് ഒരുപാട് സമയം കാത്തിരുന്നു, റസൂലുള്ളാഹി തങ്ങൾ വന്നില്ല. അവസാനം റസൂലുള്ളാഹിനെ സമീപിച്ചിട്ട് മുത്തുനബി തങ്ങളോട് വിഷയം ചോദിക്കുമ്പോഴാണ് ഹബീബായ തങ്ങളെ മറുപടി, ഓ സ്വഹാബത്തേ, നിങ്ങളുടെ ഈ താല്പര്യം കാണുമ്പോ, നിങ്ങളുടെ ഈ വിഷയത്തിലുള്ള വലിയ ഈ താല്പര്യം കാണുമ്പോ, ആവേശം കാണുമ്പോ ഞാൻ ഭയപ്പെടുകയാണ്. ഈ നിസ്കാരം എങ്ങാനും അല്ലാഹു നിർബന്ധമാക്കിയാലോ, നിങ്ങളുടെ ഈ താല്പര്യം കൊണ്ട് ഈ നിസ്കാരം അല്ലാഹു നിർബന്ധമാക്കിയാലോ, പിൽക്കാലത്ത് ഒരു കൂട്ടരിവിടെ വരും. അവര് പലപ്പോഴും മടിയന്മാരായിരിക്കും. നിങ്ങളെപ്പോലെ താല്പര്യം ഉള്ളവരാവുകയില്ല. അവര് താല്പര്യം കുറഞ്ഞുപോയവരായിരിക്കും. ഈ നിസ്കാരം നിർബന്ധമാക്കിയാൽ ഇത് ജനങ്ങൾക്ക് പ്രയാസമാകുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇനി ജമാഅത്തിന് വരാത്തതെന്ന് പറഞ്ഞ് ആ നിസ്കാരത്തിന്റെ ജമാഅത്തിന്റെ വീര്യം കുറച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഇതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. ഇമാം നിൽക്കുന്ന ആളുകൾ അവർ ഒരിക്കലും തന്നെ നിസ്കാരം ദീർഘിപ്പിക്കാൻ പാടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. നമ്മുടെ ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ മുഴുവനും അത് പഠിപ്പിച്ചു. പല നിസ്കാരങ്ങളിൽ പല ദിക്റുകളും പ്രത്യേകമായി ചൊല്ലൽ സുന്നത്തുള്ള ദിക്റുകൾ പറഞ്ഞപ്പോ ആ ദിക്റുകൾ ഇമാമ് ചെല്ലുമ്പോൾ നിയമങ്ങൾ പറഞ്ഞു. അത് വഴിയോരത്തുള്ള പള്ളിയിലെ ഇമാമാകാൻ പാടില്ല. അതുപോലെ തന്നെ ആ പള്ളിയിൽ ജമാഅത്തിന് വരുന്നവര് എല്ലാ ദിവസവും കൃത്യമായി വരുന്ന ആളുകളാകണം.
കൂടുതൽ ആളുകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടുകയും കുറയുകയും ചെയ്യാൻ പാടില്ല. അങ്ങനെ അതാ പല നിബന്ധനകളും പറഞ്ഞിട്ടാണ് അതാ നിസ്കാരത്തിലെ പല സ്ഥലങ്ങളിലും ചില പ്രത്യേകമായ ദിക്റുകൾ സുന്നത്തായി പ്രഖ്യാപിച്ചത്. നിസ്കരിക്കുമ്പോൾ തന്നെ അതാ ഏതെങ്കിലുമൊക്കെ വലിയ സൂറത്തുകൾ ഓതിയിട്ട് ബാക്കിൽ നിൽക്കുന്ന മഅ്മൂമിങ്ങളെ പ്രയാസപ്പെടുത്തരുത്. കാരണം അവർക്ക് ജോലിക്ക് പോകേണ്ടവരുണ്ടാകും, അവർക്ക് അതാ ക്ഷീണമുള്ളവരുണ്ടാകും, രോഗികളുണ്ടാകും, പ്രായമുള്ളവരുണ്ടാകും, വീട്ടിൽ നിന്ന് അതാ ഭാര്യയെ തനിച്ചാക്കി വന്നവരുണ്ടാകും, അതല്ലെങ്കിൽ വീട്ടിലെ മക്കളെ തനിച്ചാക്കി വന്നവരുണ്ടാകും. അങ്ങനെ ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന നിലക്ക് റബ്ബിനു വേണ്ടി ചെയ്യുന്ന ഇബാദത്ത് പോലും ആളുകൾക്ക് പ്രയാസമുണ്ടാകാൻ പാടില്ല എന്ന് പഠിപ്പിച്ച് ഈ സമുദായത്തിന് ഒരു വേദനയും വിഷമവും ഉണ്ടാകരുതെന്ന് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലം യംതഹിന്നാ ബിമാ തഅയ്യൽ ഉഖൂലു ബിഹി ഹിർസൻ അലൈനാ ഫലം നർതബ് വലം നഹിമി. അതേ ജനങ്ങൾക്ക് പ്രയാസമുള്ള ഒരു കാര്യവും പറഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, നമ്മളെ പരീക്ഷിച്ചിട്ടില്ല. റസൂലുള്ളാഹി തങ്ങൾ നമ്മളെ വിഷമിപ്പിച്ചിട്ടില്ല. അത് ഹിർസൻ അലൈനാ, ഈ ഉമ്മത്തിനോടുള്ള സ്നേഹമാണ്, ഈ ഉമ്മത്തിനോടുള്ള സന്തോഷമാണ്, ഈ ഉമ്മത്തിനോടുള്ള താല്പര്യമാണ്. സഹോദരങ്ങളെ, ആ റസൂലുള്ളാഹി തങ്ങളെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം. ആ മുത്തുനബി തങ്ങളെ സ്വഭാവ ഗുണങ്ങൾ നമ്മൾ പഠിക്കണം. അപ്പോഴാണ് ഹബീബായ തങ്ങൾ ആരാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. ഇപ്പോൾ പലരും എഴുതി വിടുകയാണ്, അല്ലെങ്കിൽ പലരും പ്രസംഗിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭീകരവാദിയാക്കിയിട്ട്, അതല്ലെങ്കിൽ തീവ്രവാദിയാക്കിയിട്ട്, ഒരു ഗൗരവ സ്വഭാവക്കാരനാക്കിയിട്ട്, സുബ്ഹാനല്ലാഹ്, സ്വന്തം മതത്തിൽപ്പെട്ടവരാണെങ്കിലും അതല്ലെങ്കിൽ മറ്റു മതവിശ്വാസികളാണെങ്കിലും ഒരാളോടും ഒരു വെറുപ്പും വിദ്വേഷവും വെച്ചു പുലർത്താത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലം ഫളൂ മിൻ ഹൗലിക. നബിയേ, ആളുകളോട് തങ്ങൾ കാണിച്ച കാരുണ്യമുണ്ടല്ലോ, ആ കാരുണ്യം കൊണ്ടാണ് അതാ ജനങ്ങൾ പലരും ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അവര് വന്നിട്ടും തങ്ങളെ കൂടെ അവര് നിന്നത്. അദീ ഇബ്നു അബീ ഹാത്തിം എന്ന് പറയുന്ന മനുഷ്യൻ റസൂലുള്ളാഹിനെ കല്ലെറിഞ്ഞ മനുഷ്യനാണ്, കൂക്കി വിളിച്ച മനുഷ്യനാണ്. പക്ഷേ റസൂലുള്ളാഹി തങ്ങളുടെ വീട് കാണണമെന്ന് ആഗ്രഹം പറഞ്ഞ് മുത്തുനബി തങ്ങളെ മുന്നിൽ വഴിയിൽ യാത്ര ചെയ്യുമ്പോ വന്നപ്പോ റസൂലുള്ളാഹി തങ്ങളെ ഇത്രകാലം ആക്രമിക്കുകയും ശത്രുത വെക്കുകയും അവഹേളിക്കുകയും പരിഹസിക്കുകയും ചെയ്ത അദീ ഇബ്നു ഹാത്തിമിനോട് തിരിച്ചു ഒന്നും ദേഷ്യപ്പെട്ടു പറഞ്ഞില്ല, അനിഷ്ടമായി ഒന്നും സംസാരിച്ചില്ല, ഒന്നും പ്രവർത്തിച്ചില്ല. ആ അദീനെയും കൂട്ടിയിട്ട് തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. റസൂലുള്ളാഹിന്റെ സ്വഭാവ ഗുണങ്ങൾ കണ്ടപ്പോ അദീ ഇബ്നു ഹാത്തിം തങ്ങൾ മുത്തുനബി തങ്ങളെ കയ്യും പിടിച്ച് മാപ്പ് ചോദിച്ചിട്ട് ശഹാദത്ത് കലിമ ചൊല്ലിയിട്ട് ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെ ശത്രുപക്ഷത്തുള്ള മുഴുവൻ ആളുകളും റസൂലുള്ളാഹിന്റെ സ്വഭാവം കണ്ടിട്ട്, അവിടുത്തെ അതാ വിനയം കണ്ടിട്ട്, അവിടുത്തെ സ്നേഹം കണ്ടിട്ട്, അവിടുത്തെ നിലപാടുകൾ മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ്.
ഞാനിനി ദീർഘിപ്പിക്കുന്നില്ല. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പലതും പറഞ്ഞ് പരിഹസിക്കുന്ന കാലം, റസൂലുള്ളാഹി തങ്ങളെ വിമർശിക്കുന്ന കാലം, റസൂലുള്ളാഹിന്റെ ജീവിതത്തെ വിമർശിക്കുന്ന കാലം, റസൂലുള്ളാഹി തങ്ങളുടെ വിവാഹത്തെ വിമർശിക്കുന്ന കാലമാണ്. ഈ സമയത്ത് ബുദ്ധിയുള്ള നമ്മൾ മനസ്സിലാക്കണം, മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം, റസൂലുള്ളാഹി തങ്ങളുടെ മുഴുവൻ വിഷയങ്ങളും നാം മനസ്സിലാക്കണേ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 9 ഭാര്യമാരുണ്ടായിരുന്നു എന്നതാണ് സുബ്ഹാനല്ലാഹ് പലരെയും വേദനിപ്പിക്കുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് എങ്ങനെയെല്ലാം മുത്തുനബി തങ്ങളെ എതിർക്കാനും വിമർശിക്കാനും ആക്രമിക്കാനും കഴിയുമോ ആ വഴികളെല്ലാം ഉപയോഗപ്പെടുത്തിയ ശത്രുപക്ഷം, അവരിൽ ഒരാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവാഹം പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിനെ വിമർശിച്ചില്ല. 9 ഭാര്യമാർ ഉണ്ട്. അതല്ലെങ്കിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വളരെ ചെറിയ പ്രായത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്തത്. അങ്ങനെ ബാല്യവിവാഹത്തിന്റെ പേരു പറഞ്ഞ് റസൂലുള്ളാഹി തങ്ങളെ ജീവിതകാലത്ത് മുത്തുനബി തങ്ങളുടെ ശത്രുക്കൾ, അത്രമാത്രം ശത്രുക്കൾ വേറെ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ആ ശത്രുക്കൾ റസൂലുള്ളാഹിനെ വിമർശിക്കാൻ എന്തെല്ലാം ആയുധങ്ങളുണ്ട് അത് മുഴുവനും അവർ ഉപയോഗിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഭ്രാന്തനാണ് എന്ന് അവര് പരസ്യപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു മാരണക്കാരനാണ് എന്ന് അവര് പ്രഖ്യാപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിമർശിക്കാൻ ഏതെല്ലാം ആയുധങ്ങൾ കിട്ടുമോ അത് മുഴുവനും അവർ ഉപയോഗപ്പെടുത്തി. പക്ഷേ അവരാരും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ 6-ാം വയസ്സിൽ വിവാഹം ചെയ്തു എന്ന പേര് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിമർശിച്ചില്ല. പിൽക്കാലത്ത് വന്ന ഒരാളും റസൂലുള്ളാഹിനെ അത് പറഞ്ഞ് വിമർശിച്ചില്ല. 1500 വർഷമാകുമ്പോൾ ഇപ്പോൾ ചില കക്ഷികൾ 1500 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥ എന്താണ്, സാഹചര്യം എന്താണ്, അന്നത്തെ ജനങ്ങളുടെ പ്രകൃതി എന്താണ് എന്ന് ഒരു ചുക്കും അറിയാത്ത ചില കക്ഷികൾ അവര് റസൂലുള്ളാഹി തങ്ങളുടെ ബാല്യവിവാഹം മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് പരിഹസിക്കുകയാണ്, നിന്ദിക്കുകയാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 25 വയസ്സുവരെ വിവാഹം കഴിച്ചിട്ടില്ല. ആ കാലഘട്ടത്തിൽ അതിന്റെയും താഴെ പ്രായമുള്ള സമയത്ത് വിവാഹം കഴിക്കുന്ന ആളുകളുള്ള കാലമാണ്. അന്ന് അതാ ജനങ്ങൾ മുഴുവനും 25-ന്റെയും താഴെ 25-ന്റെയും ഒക്കെ മുമ്പ് തന്നെ വിവാഹം കഴിക്കുകയും കുടുംബജീവിതം നയിക്കുകയും ചെയ്യുന്ന ആ കാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 25 വയസ്സുവരെ വിവാഹം കഴിച്ചില്ല. 25 വയസ്സ് പ്രായമാകുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിക്കുന്നത് ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹയാണ്. ഖദീജ ബീവി ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്, തങ്ങൾ എന്നെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്, മുഹമ്മദ് എന്നെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. അതിന് പല ആളുകളെയും പറഞ്ഞേച്ച് ആ വിഷയം സംസാരിപ്പിച്ചതാണ്. അന്ന് ഖദീജ ബീവിയുടെ പ്രായം 40 വയസ്സ് പ്രായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖദീജ ബീവിയും തമ്മിൽ 15 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. റസൂലുള്ളാഹി തങ്ങളെക്കാൾ 15 വയസ്സ് ഏറെ പ്രായമുണ്ട് ഖദീജ ബീവിക്ക്. പോരാ, അതിന്റെ മുമ്പ് 2 ആളുകൾ വിവാഹം കഴിച്ചിട്ട് അതിൽ 3 മക്കളുള്ള പെണ്ണാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. സുബ്ഹാനല്ലാഹ്.
എന്തൊരു സുന്ദരനായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എത്ര സൗന്ദര്യമുള്ളവരായിരുന്നു, എത്ര ജനങ്ങൾക്കിടയിൽ സ്ഥാനമാനങ്ങളുള്ളവരായിരുന്നു. അതാ ജനങ്ങൾ മുഴുവനും അംഗീകരിക്കുകയും ജനങ്ങൾ മുഴുവനും സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമായിരുന്നല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ തങ്ങൾക്ക് 25 വയസ്സ് പ്രായമായപ്പോ ഇങ്ങോട്ട് കല്യാണം അന്വേഷണം വന്നതു തന്നെ 2 ഭർത്താക്കന്മാര് വിവാഹം കഴിച്ചു. ഒരു കല്യാണത്തിൽ 2 മക്കളും മറ്റൊരു കല്യാണത്തിൽ 1 കുട്ടിയും ഉള്ള 3 മക്കളുള്ള ഖദീജത്തുൽ കുബ്ര. 15 വയസ്സ് റസൂലുള്ളാഹിനേക്കാൾ ഏറെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ ഭാര്യയായി സ്വീകരിക്കുന്നു. സഹോദരങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പെണ്ണിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എങ്കിൽ റസൂലുള്ളാഹിക്ക് നല്ല യുവതികളെ കിട്ടുമായിരുന്നില്ലേ? ഒരാളും തന്നെ വിവാഹം കഴിക്കാത്ത, ഒരാളും ശാരീരിക ബന്ധത്തിലേർപ്പെടാത്ത നല്ല സൗന്ദര്യവതിയായ സഹോദരിയെ കിട്ടുമായിരുന്നില്ലേ? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ഈ വിവാഹമാണ് അവിടുന്ന് ഏറ്റെടുത്തത്. ആ വിവാഹം കഴിഞ്ഞിട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ ജീവിക്കുകയാണ്. ഖദീജ ബീവിക്ക് 65 വയസ്സ് പ്രായമാകുമ്പോ മുത്തുനബി തങ്ങൾക്കന്ന് 50 വയസ്സ് പ്രായമാണ്. ആ സമയത്താണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. 65 വയസ്സ് പ്രായമാകുമ്പോ ഖദീജ ബീവി വഫാത്താകുമ്പോ അന്ന് വരെ ഹബീബായ തങ്ങൾ ഒരു വിവാഹവും വേറെ കഴിച്ചിട്ടില്ല. അന്ന് മുത്തുനബി തങ്ങൾക്ക് 50 വയസ്സ് പ്രായമാണ്. റസൂലുള്ളാഹിന്റെ നല്ല ആരോഗ്യമുള്ള സമയം. ഏത് പെണ്ണിനെയും അതാ ഉപയോഗപ്പെടുത്താനും ഏത് പെണ്ണുമായും ആനന്ദത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനും പറ്റുന്ന നല്ല ചുറുചുറുക്കുള്ള ആരോഗ്യമുള്ള സമയത്ത് ഈ പ്രിയപ്പെട്ട ഖദീജ എന്ന 15 വയസ്സ് മേലെ പ്രായമുള്ള ആ ഉമ്മയുമായി ജീവിച്ച നേതാവാണ് മുഹമ്മദുർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. 65-ാം വയസ്സിൽ ഖദീജ ബീവി വഫാത്താകുന്നത് വരെ വേറെ ഒരു വിവാഹവും കഴിച്ചിട്ടില്ല, മറ്റൊരു കല്യാണവും കഴിച്ചിട്ടില്ല, വേറെ ഒരു ഭാര്യയും സ്വീകരിച്ചിട്ടില്ല. എന്നാൽ ഖദീജ ബീവിയുടെ വഫാത്തിന്റെ ശേഷമാണ് അതാ മുത്തുനബി തങ്ങൾ മറ്റു കല്യാണങ്ങൾ കഴിച്ചത്. ആ കല്യാണം തന്നെ മറ്റു അതാ ഭർത്താക്കന്മാര് വിവാഹം കഴിച്ചു ഒഴിവാക്കിയത്, അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടത്, അതുപോലെ തന്നെ അടിമ സ്ത്രീയെ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ഭാര്യയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ പ്രായമുള്ളവരുണ്ട്, അതാ യുവതികളുണ്ട്, പ്രായം കുറഞ്ഞവരുണ്ട്. ആ കൂട്ടത്തിൽ പെട്ടവരാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഓമന മകളായ സയ്യിദത്തുനാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ആവശ്യപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിക്കാഹ് ചെയ്തു. 6-ാം വയസ്സിൽ നിക്കാഹ് ചെയ്തു. അത് യാഥാർത്ഥ്യമാണ്. ആ 6-ാം വയസ്സിൽ നിക്കാഹ് ചെയ്തിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി തങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നിട്ടില്ല. ആയിഷ ബീവിയുടെ കൂടെ അതാ രാത്രിയിൽ താമസിച്ചിട്ടില്ല. ആയിഷ ബീവിയുടെ കൂടെ കിടപ്പിറ പങ്കിട്ടിട്ടില്ല. 9 വയസ്സ് 10 വയസ്സ് പ്രായമാകുമ്പോ ആയിഷ ബീവിക്ക് പ്രായം തികയുകയാണ്, പ്രായമാവുകയാണ്, പ്രായപൂർത്തിയാവുകയാണ്. ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ 9, 10, 11 വയസ്സിൽ പ്രായപൂർത്തിയാകുന്ന പെൺകുട്ടികളുണ്ട്. ആയിഷ ബീവിക്ക് ആ പ്രായത്തിൽ അതാ പ്രായപൂർത്തിയെത്തിയപ്പോ അതിനുശേഷം സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ നിരന്തരമായ
ആവശ്യപ്പെടൽ കാരണമാണ്, നിരന്തരമായി നിർബന്ധിച്ചത് കാരണമാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ച നിക്കാഹ് കഴിച്ച ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുമായി വീട് കൂടുന്നത്. ഇത് നാം മനസ്സിലാക്കണം. കല്യാണം എന്ന് പറയുന്നത്, വിവാഹം എന്ന് പറയുന്നത് മുഴുവനും ആദ്യ രാത്രിക്കും അതുപോലെ തന്നെ ഇവരൊക്കെ ഉദ്ദേശിച്ച ചില വിഷയങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് സുബ്ഹാനല്ലാഹ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വിവാഹത്തെ ഇത്രമാത്രം എടുത്തായുധമാക്കുന്നത്. വിവാഹം എന്ന് പറയുന്നത് അതിന്റെ താല്പര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഓരോ വിവാഹത്തിനും കൃത്യമായ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന ആ ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ ശേഷവും ദീർഘകാലം ഇവിടെ ജീവിക്കുന്ന ഒരു ഭാര്യ വേണം. എന്തിനാണത്? ഇവിടെ സ്വഹാബത്ത്, അതുപോലെ തന്നെ സ്വഹാബി വനിതകള്, പിൽക്കാലക്കാരായ താബിഊകള്, അവർക്കൊക്കെ വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കണം. അത് പഠിപ്പിക്കുമ്പോൾ നബി തങ്ങളുടെ ക്ലാസ്സിൽ കേട്ടവർ, റസൂലുള്ളാഹിന്റെ കൂടെ നടന്നവർ, റസൂലുള്ളാഹിന്റെ കൂടെ പള്ളിയിൽ പോയവർ, റസൂലുള്ളാഹിന്റെ കൂടെ അങ്ങാടിയിൽ പോയവർ, ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ പോയി മുത്തുനബിയുടെ ജീവിതം പൂർണ്ണമായും കണ്ട പുരുഷന്മാരായ സ്വഹാബത്ത് ഉണ്ട്. റസൂലുള്ളാഹിന്റെ വീട്ടില്, ബെഡ്റൂമില്, വീട്ടിന്റെ ഉള്ളില് അവിടുത്തെ അവസ്ഥ പരിപൂർണമായി അറിയുന്നവർ ഇല്ല. അത് അറിയുന്നവരുണ്ടാകുമ്പോൾ മാത്രമാണ് എങ്ങനെയാണ് ദാമ്പത്യ ജീവിതം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്ന ഭാര്യ ഭർത്തൃ ജീവിതം എങ്ങനെയാണ് എന്ന് കൃത്യമായി ഇവിടെ പഠിപ്പിക്കണമെങ്കിൽ, വരും തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അതിന് നല്ല ബുദ്ധിയുള്ള, ഓർമ്മശക്തിയുള്ള, നല്ല കഴിവുള്ള, ചെറിയ പ്രായക്കാരിയായ ഒരു ഭാര്യയെ ആവശ്യമാണ്. തൊടാനും കാണാനും പറ്റുന്ന ഒരു പെണ്ണിനെ ആവശ്യമാണ്. അതാണ് സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധ്യമാക്കിയത്. നിങ്ങൾ കണ്ടോ, റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം സ്വഹാബത്തെ കിറാം ആയിഷ ഉമ്മയുടെ അടുക്കൽ വരുന്നു. മറയുടെ ഇപ്പുറത്തിരുന്നിട്ട് ബീവി ആയിഷ റളിയല്ലാഹു അൻഹയോട് അവര് സംശയങ്ങൾ ചോദിക്കുന്നു. ഇങ്ങനെ ഒരു വിഷയം ഉണ്ട്, ഇതിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വല്ലതും പറയാനുണ്ടോ എന്നവര് ചോദിക്കുന്നു, അന്വേഷിക്കുന്നു, പഠിക്കുന്നു. സ്വഹാബി വനിതകൾ വരുന്നു, ആയിഷ ബീവിയുമായി റസൂലുള്ളാഹിന്റെ കുടുംബ ജീവിതത്തെ കുറിച്ച് ചോദിച്ചറിയുന്നു, പഠിക്കുന്നു. അങ്ങനെ സ്വഹാബത്തിന്റെ മുത്തുനബി തങ്ങളുടെ ശേഷം വന്ന താബിഊകൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് പഠിക്കുന്നു. ആ ഒരു വിഷയമാണ്, ലക്ഷ്യമാണ് ആയിഷ ബീവിയുമായുള്ള വിവാഹ ബന്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലക്ഷ്യമിട്ടത് അല്ലാഹു തആലയുടെ തീരുമാനമാണത്. അതല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ബാല്യയായ ചെറിയ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വികാര ശമനം പൂർത്തീകരിക്കാനാണെങ്കിൽ അത് ഏറ്റവും നല്ല ചെറിയ പ്രായത്തിൽ മുത്തുനബി തങ്ങൾ ആലോചിക്കുമായിരുന്നു. 25 വയസ്സ് പ്രായമുള്ള കാലത്ത് ആലോചിക്കുമായിരുന്നു. വേറെയും വിവാഹം കഴിക്കുമ്പോൾ, ഇത്രയും പ്രായമുള്ള സഹോദരിമാര് വിവാഹം കഴിക്കുമ്പോൾ ആലോചിക്കുമായിരുന്നു, ഇതല്ല വേണ്ടത്, എനിക്ക് നല്ല ചെറുപ്പക്കാരിയായ യുവതിയായ ഭാര്യയാണ് വേണ്ടത് എന്ന് ആലോചിക്കുമായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ഒരൊറ്റ വിവാഹം മാത്രം എടുത്തു വെച്ചുകൊണ്ട് പ്രായമുള്ളവരെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതാ അടിമകളായ സ്ത്രീകളെ ഒപ്പം കൂട്ടിയിട്ടുണ്ട്, വിധവകളെ ഒപ്പം കൂട്ടിയിട്ടുണ്ട്, മക്കളുള്ള ഭാര്യമാരെ, മക്കളുള്ള സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടുണ്ട്.
അതൊന്നും എടുത്തു പറയാതെ, അതൊന്നും നല്ലതുപോലെ വിശദീകരിക്കാതെ, ചിന്തിക്കാതെ ഈ ഒരു കല്യാണം മാത്രം എടുത്തു പറഞ്ഞ് മുത്തുനബി തങ്ങളെ നിന്ദിക്കുന്നതിന്റെ ലക്ഷ്യം വിശുദ്ധ ഇസ്ലാമുമായി അവർക്ക് പൊരുതി നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അത് നാം തിരിച്ചറിയണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി. അതാ ചെറുപ്രായത്തിലുള്ള പെൺകുട്ടികളെ വിവാഹം കഴിച്ചത് അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളു മാത്രമല്ല, രാമൻ എന്ന് പറയുന്ന നമ്മുടെ സഹോദര സമുദായാംഗങ്ങളിൽപ്പെട്ട അവരുടെ വലിയ നേതാവായി അവര് വിശ്വസിക്കുന്ന അദ്ദേഹം സീത എന്ന തന്റെ ഭാര്യയെ വിവാഹം കഴിച്ചത് ആ സീത ചെറിയ പ്രായമാകുന്ന സമയത്താണ്. അതുപോലെ ജോസഫ് കന്യാമറിയത്തെ വിവാഹം കഴിച്ചത് ബാല്യകാലത്താണ്, ചെറിയ പ്രായമാകുമ്പോഴാണ്. എന്തിനേറെ നമ്മുടെ രാഷ്ട്രപതിയാണല്ലോ മഹാത്മാഗാന്ധി, അദ്ദേഹം വിവാഹം കഴിച്ചത് ചെറിയ കുട്ടിയെയാണ്. ഇതൊന്നും നോക്കാതെ, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ, അറിയാതെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹത്തെ മാത്രം അതാ നിരൂപണം നടത്തുകയും അതിനെ മാത്രം വിമർശിക്കുകയും ചെയ്യുന്ന കക്ഷികൾ, സുബ്ഹാനല്ലാഹ്, അവരെ നാം തിരിച്ചറിയണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെയും ഒരു നിലക്കും വിഷമിപ്പിക്കാത്ത ജീവിതമായിരുന്നു എന്ന് ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയല്ലോ. ഒരൊറ്റ സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ജാഅ സലാസത്തു റഹ്തുൻ ഇലാ ബയൂതി അസ്വാജിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ വീട്ടിലേക്ക് അതാ 3 ആളുകൾ അടങ്ങുന്ന ഒരു സംഘം വരികയാണ്. വന്നിട്ട് അവര് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇബാദത്തിനെ കുറിച്ച് അവര് അന്വേഷിക്കുകയാണ്. എങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ ആരാധനകളെന്ന് അന്വേഷിക്കുകയാണ്. ഫലമ്മാ ഉഖ്ബിറൂ കഅന്നഹും തഖാല്ലൂഹാ, അവരെ അതാ റസൂലുള്ളാഹി തങ്ങളുടെ ഇബാദത്തിനെ കുറിച്ചുള്ള വിവരം ഭാര്യമാരിൽ നിന്ന് കിട്ടിയപ്പോ അവര് പരസ്പരം അതാ ഞങ്ങളൊക്കെ വളരെ മോശക്കാരാണ്, ഞങ്ങളെ ഇബാദത്തുകൾ കുറഞ്ഞവരാണെന്ന് അവര് ചിന്തിക്കുകയാണ്. അവരിങ്ങനെ പരസ്പരം പറയുന്നു, വഅൈന നഹ്നു മിനൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ. ജീവിതത്തിൽ ഒരൊറ്റ പാപവും ഇന്നുവരെ ചെയ്യാത്ത, ഒരു പാപവും ഇനി വിശിഷ്ടകാലത്ത് പിൽക്കാലത്തും ചെയ്യാത്ത മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അത് പഠിപ്പിച്ചതല്ലേ. നബിയെ, തങ്ങൾ ഇതുവരെ ഒരു പാപവും ചെയ്തിട്ടില്ല, ഇനിയൊരു പാപവും ഇനി ജീവിതകാലത്ത് ചെയ്യുകയുമില്ല. ആ നിലക്ക് തങ്ങളെ അല്ലാഹു സംരക്ഷിച്ചിട്ടുണ്ടെന്ന് വിശുദ്ധമായ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ആ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മളും എവിടെയാണ്? നമ്മുടെ തമ്മിലുള്ള ജീവിതം എത്ര വ്യത്യാസമാണ്, നമ്മുടെ ഇബാദത്ത് എത്ര കുറവാണ്. ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത നിലക്ക് അല്ലാഹു സംരക്ഷിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രമാത്രം ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുന്നവരാണെങ്കിൽ നമ്മൾ എത്ര മോശക്കാരാ എന്നും പറഞ്ഞു സ്വഹാബത്ത് ഇങ്ങനെ അഭിപ്രായം പറയുകയാണ്. ഒരാൾ പറയാണ്, അമ്മാ അന ഫഇന്നി ഉസല്ലി ലൈല അബദാ, ഞാനിവിടെ വെച്ച് ഒരു തീരുമാനമെടുക്കുകയാണ്, ഇനി ഒരൊറ്റ രാത്രിയും ഞാൻ ഉറങ്ങൂല, എല്ലാ രാത്രിയിലും ഞാൻ നിസ്കാരം തന്നെ, ഒരു സെക്കൻഡ് സമയവും ഞാൻ ഉറങ്ങൂല, ഇത് പ്രഖ്യാപിക്കുകയാണ്. വേറെ ഒരു സ്വഹാബി പറയാണ്, വഖാല ആഖറു അന അസൂമു ദഹ്റ വലാ ഉഫ്തിറു, ഞാൻ വർഷം മുഴുവനും നോമ്പെടുക്കുകയാണ്, ഒരു ദിവസവും
ഞാൻ നോമ്പൊഴിവാക്കില്ല. നോമ്പ് ഹറാമാക്കിയ പെരുന്നാൾ ദിനങ്ങളും അത്തരം ദിവസങ്ങൾ കുറഞ്ഞ ദിവസങ്ങളല്ലാതെ ബാക്കിയുള്ള ദിവസം മുഴുവനും ഞാൻ നോമ്പെടുക്കുകയാണ്. മറ്റേയാള് പ്രഖ്യാപിക്കുകയാണ്, അന അഅ്തസിലുൻ നിസാ ഫലാ അതസവ്വജു അബദാ, ഞാൻ വിവാഹം കഴിക്കൂല, ഭാര്യയോടൊന്നിച്ച് ജീവിക്കൂല, ഞാൻ ഭാര്യമാരൊക്കെ മാറ്റിയിട്ട് പൂർണ്ണമായ ഇബാദത്തിൽ ജീവിക്കാൻ പോവുകയാണ്. ഇത് മൂന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് വിവരം കിട്ടിയപ്പോ സ്വഹാബത്ത് പറയുകയാണ്. ഉടനെ മുത്തുനബി തങ്ങൾ ആ വീട്ടിലേക്ക് കയറി വരുന്നു. ഫജാഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈഹിം, റസൂലുള്ളാഹി തങ്ങൾ ആ വീട്ടിലേക്ക് അവരിലേക്ക് വരികയാണ്. വന്നിട്ട് പറയാണ്, അൻതുമുല്ലദീന ഖുൽതും കദാ വകദാ, അല്ലയോ സ്വഹാബത്തെ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുവല്ലേ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുവല്ലേ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുവല്ലേ, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അമ്മാ വല്ലാഹി ഇന്നി ലഅഖ്ശാകും ലില്ലാഹി വഅത്ഖാകും ലഹു. ഓ സ്വഹാബത്തെ, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും റബ്ബിനെ ഭയപ്പെടുന്നവന് ഞാനാണ്, ഏറ്റവും തഖ്വയുള്ളവന് ഞാനാണ്, ഏറ്റവും റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവൻ ഞാനാണ്. ലാകിന്നി അസൂമു വഉഫ്തിറു, പക്ഷേ എന്റെ സ്വഭാവം എന്താണ്? ഞാൻ ഒരു ദിവസം നോമ്പെടുത്താൽ അടുത്ത ദിവസം ഫ്രീയാണ്, പിറ്റേ ദിവസം നോമ്പെടുത്താൽ അടുത്ത ദിവസം നോമ്പ് ഒഴിവാക്കുകയാണ്. നിങ്ങളെക്കാൾ തഖ്വയുള്ള ഞാൻ ഈ വർഷം മുഴുവനും അതല്ലെങ്കിൽ വർഷങ്ങൾ മുഴുവനും നോമ്പെടുക്കുക എന്നത് എന്റെ സ്വഭാവമല്ല. പോരാ, വൗസ്വല്ലി വഅർഖുദു, നിങ്ങളെക്കാൾ തഖ്വയുള്ള ഞാൻ, നിങ്ങളെക്കാൾ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഞാൻ ഒരിക്കലും തന്നെ രാത്രിയിൽ പൂർണ്ണമായി ഉറങ്ങാതെ നിസ്കരിക്കുന്നില്ല. ഞാൻ കുറച്ച് സമയം നിസ്കരിക്കും, പിന്നെ ബാക്കി സമയം ഉറങ്ങും. അതാ കുറെ സമയം നിസ്കരിക്കും, ബാക്കി സമയം ഉറങ്ങും. അങ്ങനെ ഉറങ്ങിയിട്ടും ഇബാദത്ത് ചെയ്തിട്ടുമാണ് എന്റെ രാത്രിയുള്ളത്. ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, ഭാര്യയോടൊന്നിച്ച് ജീവിക്കുന്നുണ്ട്, അവരോടൊന്നിച്ച് കഴിയുന്നുണ്ട്. അതാ ഭാര്യമാർക്ക് വേണ്ട സന്തോഷങ്ങളും അവരുമായുള്ള ജീവിതവും പങ്കിടുന്നുണ്ട്. നിങ്ങളെക്കാൾ തഖ്വയുള്ള ഞാൻ ഒരിക്കലും തന്നെ ഭാര്യയെ ഒഴിവാക്കിയിട്ടില്ല, വിവാഹം കഴിക്കാതിരുന്നിട്ടില്ല, പെണ്ണിനെ മാറ്റി നിർത്തിയിട്ടില്ല. ആ നിലക്ക് ജനങ്ങൾക്ക് പ്രയാസകരമാകുമെന്ന് തോന്നുന്ന ഒരു വിഷയവും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. ഇത് നാം മനസ്സിലാക്കണമെന്നു മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി. ഹബീബായ തങ്ങളെ ആരെല്ലാം പുച്ഛിക്കുന്നുണ്ടോ, നിന്ദിക്കുന്നുണ്ടോ, നിസാരപ്പെടുത്തുന്നുണ്ടോ, പടച്ച റബ്ബേ, അവർക്ക് നല്ല മനസ്സു നീ നൽകണേ അല്ലാ. റസൂലുള്ളാഹിന്റെ ജീവിതം പഠിക്കാനുള്ള അവസരവും വഴിയും നീ അവർക്ക് ഒരുക്കണേ അല്ലാ. എന്റെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, ആരെങ്കിലും വിവരമില്ലാതെ റസൂലുള്ളാഹിനെ പുച്ഛിച്ചു എന്ന് എഴുതുമ്പോഴേക്ക്, റസൂലുള്ളാഹിനെ നിന്ദിച്ച് എന്തെങ്കിലും പറയുമ്പോഴേക്ക് ഒരിക്കലും തന്നെ അവർക്കെതിരെ വാളെടുക്കേണ്ടവരല്ല നമ്മള്, അവരെ കല്ലെറിയേണ്ടവരല്ല നമ്മള്, അവരെ ആക്രമിക്കേണ്ടവരല്ല നമ്മള്. മറിച്ച് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഏത് ശത്രുക്കളെ മുന്നിലും കാണിച്ചു തന്ന മാതൃകാപരമായ ഒരു ജീവിതമുണ്ട്. അത് പരിപൂർണമായ ക്ഷമയാണ്, സമാധാനമാണ്, എല്ലാവരോടും നല്ല സ്നേഹത്തിലുള്ള ജീവിതം
ജീവിതമാണ്. ആ ജീവിതം കൊണ്ടാണ് കഠിനമായ ശത്രുക്കൾ പോലും റസൂലുള്ളാഹിനെ പിൻപറ്റിയത്. അത് നാം തിരിച്ചറിയുകയും ശത്രുപക്ഷത്തിന് റസൂലുള്ളാഹിനെ നിന്ദിക്കുന്ന കൂട്ടരുടെ മുന്നിൽ ആരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള വേദികൾ ഒരുക്കുകയും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. അല്ലാഹു തആല നമ്മുടെ ഈ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കാം. എല്ലാ മാസവും ഇംഗ്ലീഷ് മാസം അവസാനത്തെ ഞായറാഴ്ചയാണ് നമ്മുടെ സ്വലാത്തു മജ്‌ലിസ് നടക്കാറുള്ളത്. ഈ മാസം ഇന്നലെ തൃത്താല സോൺ SYSന്റെ നേതൃത്വത്തിൽ നടന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദ് അവറുകളുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹ പ്രഭാഷണം എന്ന പ്രോഗ്രാം നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇന്നലെ നമ്മുടെ സ്വലാത്ത് ഇന്നത്തേക്ക് മാറ്റി വെച്ചത്. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം മുതൽക്ക് നമ്മുടെ ഞായറാഴ്ചയിൽ തന്നെ എല്ലാവർക്കും സൗകര്യപ്രദമാവുന്ന രൂപത്തിൽ നടത്തും. അല്ലാഹു തആല നമ്മുടെ എല്ലാ സംരംഭങ്ങളും വിജയിപ്പിക്കുമാറാകട്ടെ. ദുആയിലേക്ക് കടക്കുന്നു.